എന്താ ചെയ്യേണ്ടത്? ഇന്ന് വരെയുള്ള എല്ലാ പാവങ്ങളും അള്ളാഹുവിനെ തൗബ ചെയ്ത് മടങ്ങാം. 70 വയസ്സെങ്കിൽ 70 വയസ്സ് വരെ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാം. വൻദോഷങ്ങളായാലും ചെറുദോഷങ്ങളായാലും അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാ പാപങ്ങളും അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാം. വിചാരമായാലും കള്ളുകുടിയായാലും മയക്കുമരുന്നായാലും എന്ത് കേസാട്ടെ, പടച്ചോനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹുവേ ഇനി മേലാൽ ഞാൻ ആവർത്തിക്കൂല, പ്രായമായി വയസ്സായി ഇനി മേലാൽ ഞാൻ ചെയ്യൂല, ചെയ്തതൊക്കെ തെറ്റാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യമുണ്ട്. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പടച്ചോനെ ചെയ്തത്. വിചരിക്കുന്നവന് വ്യഭിചാരം ഹറാമാണെന്ന് അറിയാം, എന്നിട്ട് അയാൾ എന്താ അള്ളാഹുവിനോട് പടച്ചോൻ അറിയാതെ ചെയ്തതാണ്. എന്തിനാണ് പടച്ചോനോട് കള പറയുന്നത്? അല്ലെ, അള്ളാഹ് അറിയില്ല, നീ അറിഞ്ഞിട്ടാ ചെയ്തത്, അറിയാതെയാണ് ചെയ്തത്, അള്ളാഹ് അറിയില്ലേ? കള്ളു കുടിച്ചവൻ അള്ളാഹിനോട് എന്താ പറയാ? പടച്ചോൻ അറിയാതെയാണ് ചെയ്തത്, നീ അറിഞ്ഞിട്ട് തന്നെയാണോ ചെയ്തത്? അറിയാതെയല്ല ചെയ്തത്. കള്ളുകൂടി ഹറാമെന്ന് എല്ലാവർക്കും അറിയാം, വ്യഭിചാരം ഹറാമെന്ന് എല്ലാവർക്കും അറിയാം. ആരും അറിയാതെ അറിഞ്ഞിട്ട് തന്നെ എല്ലാവരും ചെയ്യുന്നത്. പിന്നെ അറിയാതെ ഞാൻ ഉറക്കത്തിൽ ചെയ്യണം, ഉറക്കത്തിൽ വ്യഭിചരിക്കണം, അല്ലെങ്കിൽ ഉറക്കത്തിൽ കള കുടിക്കണം. എങ്കിലും പറഞ്ഞാൽ ഉറക്കത്തിൽ കുടിച്ചാണ് പഠിച്ചോനെ, അതിനുള്ള ഓപ്ഷനും ഇല്ല. എന്തിന് പഠിച്ചോനോട് കള പറയണം? മനുഷ്യന്മാരോടല്ലേ കള പറയാൻ പറ്റും, അള്ളാഹിനോട് എന്തിനു കള പറയണം?